സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 14-ാം തീയതി സ്നേഹപൂർവ്വം ശ്യാമയുടെ എപ്പിസോഡിലായിരുന്നു കേട്ടോ. പ്രണയവിലാസം സീരിയലിൻ്റെ മഹാ എപ്പിസോഡായിരുന്നു. അപ്പോൾ 15-ാം തീയതി ശനിയാഴ്ചത്തെ എപ്പിസോഡിൻ്റെ പ്രമോയും അതിനു മുമ്പായിട്ട് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് എനിക്ക് ചില നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു എപ്പിസോഡിലെ ചെറിയൊരു ഷോർട്ട് റിവ്യൂ ആണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ ചന്ദ്രശേഖരനിൽ നിന്നുണ്ടായ ആ ഒരു അപ്രതീക്ഷിത നീക്കത്തിൽ മുത്തശ്ശിക്ക് വല്ലാത്തൊരു മാനസിക സംഘർഷം തന്നെ ഉണ്ടായതാണ്. അങ്ങനെ മുത്തശ്ശി ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ആയിരുന്നല്ലോ. ഈ സമയം വിവരം അറിഞ്ഞ് വരണം അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. മുത്തശ്ശിയുടെ അവസ്ഥയും കിടപ്പൊക്കെ കണ്ടിട്ട് വരുണത് തീരെ സഹിക്കാനായിട്ട് പറ്റുന്നില്ല. വരുണാണെങ്കിൽ കണ്ണുകളൊക്കെ നിറഞ്ഞ് ആകെ തകർന്നിരിക്കുവാണ്. അന്നേരം പത്മിനിയും രാധികയും കൂടി വരുണിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വരുണിന് ധൈര്യം കൊടുത്ത് നിർത്തുന്നുണ്ട് കേട്ടോ. ഈ സമയം വരുണാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറച്ച് നിൽക്കുക. അമ്മേ, എൻ്റെ മുത്തശ്ശിയോട് ഈ ദ്രോഹം ചെയ്ത ആ ചന്ദ്രശേഖരനുണ്ടല്ലോ, അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവനോട് കണക്ക് ചോദിക്കണ്ടേ? എൻ്റെ മുത്തശ്ശിയെ കൊല്ലാനായിട്ട് ഒരു മടിയില്ലാതെ കൈ വാങ്ങിയതല്ലേ അയാൾ. വേണ്ട വരൂ, നീ ഇപ്പോൾ തൽക്കാലം പ്രശ്നത്തിനൊന്നും പോകാൻ നിൽക്കണ്ട. അമ്മ ഒന്ന് കണ്ണു തുറക്കട്ടെ, എന്നിട്ട് അമ്മയോട് ചോദിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. അല്ലെങ്കിൽ പരമേശ്വര ഏട്ടനെ ഒന്ന് ലൈനിൽ കിട്ടുവാണെങ്കിൽ ഏട്ടനോട് ചോദിച്ചിട്ട് മതി എന്തെങ്കിലും എടുത്ത് ചാടി ചെയ്യുന്നത്. അമ്മേ, അയാൾ എൻ്റെ മുത്തശ്ശിയോട് ഇത്രയും ദ്രോഹം ചെയ്തിട്ടും അവിടെ അവളോടത്ത് സുഖിക്കുമല്ലേ? അതങ്ങനെ വെച്ച് പൊറപ്പിക്കാൻ പറ്റുമോ? ശരി, ഞാനെന്തെങ്കിലും ചെയ്താലല്ലേ പ്രശ്നം. നമുക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാം, അയാൾക്കെതിരെ പരാതി കൊടുക്കാം. അന്നേരം അമ്മയും രാധികയും കൂടി വരണ്ട സമാധാനിപ്പിക്കണേ. വരും, തൽക്കാലം അമ്മ പറയുന്നതൊന്നും കേൾക്ക്. ഇപ്പോൾ എടുത്ത് ചാടിയൊന്നും ചെയ്യണ്ട, നമുക്കിപ്പോൾ മുത്തശ്ശിയുടെ കാര്യം നോക്കിയാൽ മതി. ഈ സമയം ഡോക്ടർ വരുന്നുണ്ട്. മുത്തശ്ശിയെ വിളിച്ചെണീപ്പിക്കുന്നൊക്കെ കേട്ടോ. അങ്ങനെ മുത്തശ്ശി പതിയെ മഴക്കൊക്കെ വിട്ട് കണ്ണു തുറക്കുവാണ്. അങ്ങനെ വരുണ കാണുന്നത് മുത്തശ്ശി വല്ലാതെ ഇമോഷണൽ ആകുവാണ്. ഈ സമയം വരുണ ആകെ സങ്കടപ്പെട്ടിരിക്കുവാണ്. മുത്തശ്ശി ഓരോന്നൊക്കെ പറഞ്ഞ് വരുണെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ഡോക്ടർ വരുണയും രാധികനെയും വിളിപ്പിക്കുക. അങ്ങനെ ഡോക്ടറിനെ കാണാനായിട്ട് രാധികയും വരണം ഡോക്ടറിൻ്റെ റൂമിലെത്തുക. ഈ സമയം ഡോക്ടർ പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ നിലയിലേക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി ടെസ്റ്റ് റിസൾട്ട് വരാനുണ്ട്. പിന്നെ 2-3 ടെസ്റ്റും കൂടി നടത്തണം. അത് എത്രയും വേഗം തന്നെ ചെയ്യണം. ശരി ഡോക്ടർ, ഞങ്ങൾ ഉടനെ തന്നെ അതിനുള്ള പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. സ്കാനിങ്ങിലും റിപ്പോർട്ടും ഒക്കെ വരട്ടെ. അതിലൊന്നും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ശരി ഡോക്ടർ. അങ്ങനെ പറഞ്ഞാൽ വരണം രാധികയും പുറത്തേക്ക് ഇറങ്ങുക. ഈ സമയം പറയണേ, കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഒരു പൈസ എടുക്കാനില്ലല്ലോ. എന്താണെങ്കിലും ടെസ്റ്റ് റിസൾട്ടും മറ്റുമൊക്കെ എല്ലാം കൂടി ഒരു 20,000-30,000 രൂപയെങ്കിലും വരും. ഇനിയിപ്പോൾ എവിടെ നിന്ന് അത്രയും തുക കണ്ടെത്തുക? എന്താണെങ്കിലും മാനോ അഭിമാനമൊന്നും നോക്കി നിന്നിട്ട് കാര്യമില്ല. എൻ്റെ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും ചോദിക്കാം. അങ്ങനെ പറഞ്ഞാൽ വരണ്ട ഒരു ഫ്രണ്ടിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം അയാളുടെ പൈസ ചോദിക്കുവാണ്. അന്നേരം വരണാണെങ്കിൽ അയാളുടെ പൈസയ്ക്ക് വേണ്ടി യാചിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ രാധികയ്ക്ക് വല്ലാത്ത വിഷമമാകുവാണ് കേട്ടോ. രാധിക ഒന്നും കൊണ്ട് സഹിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഈ സമയം ആ കൂട്ടുകാരനാണെങ്കിൽ വരുണിൻ്റെ കൈയൊഴിയുവാണ്. ഇതിപ്പോൾ ഇന്ന് 2-3 പേരായി ഇതുപോലെ ഓരോരുത്തർ ഹോസ്പിറ്റലാണെന്നും പറഞ്ഞ് എന്നോട് സഹായം ചോദിക്കുന്നത്. അതിലൊരാളെ ഞാൻ സഹായിച്ചതാ. ഇനിയും കൂടുതൽ സഹായങ്ങളൊന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല വരുൺ. നീയെ വേറെ ആരെങ്കിലും വിളിക്കും. അങ്ങനെ അയാളുടെ മറുപടിയെക്കുറിച്ച് വരുൺ രാധികയോട് പറയുവാണ്. ഈ സമയം വരുൺ പറഞ്ഞേ, സാരമില്ല, ഞാൻ മറ്റാരെങ്കിലും വിളിക്കാം. അന്നേരം രാധിക പറയണേ, വേണ്ട വരുൺ, ഇനി വരുൺ ആരുടെ മുമ്പിൽ തല കുനിച്ച് യാചിക്കൊന്നും വേണ്ട. നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാൻ വരുൺ. പിന്നീട് വരുണിൻ്റെ അധികം നേരെ മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയാണെങ്കിൽ വരുണിനെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുവാണെന്ന് പത്മിനി വന്ന് പറയുവാണ്. അങ്ങനെ അവരങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകുക. മോനെ, ഇനി എത്ര നേരം ഇവിടെ കിടക്കാനാ? നീ ആ ഡോക്ടറിനോട് പറഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോകും. മുത്തശ്ശി, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഡോക്ടർ എപ്പം മുത്തശ്ശിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറയുന്നു അപ്പോഴേ ഞങ്ങൾ കൊണ്ടുപോകുന്നുള്ളൂ. എടാ മക്കളെ, നിങ്ങൾ രണ്ടുപേരും അവിടെ മാറി നിന്ന് സംസാരിച്ചത് എന്താണെന്നറിയാം? എന്നെ ഇവിടെ ചികിത്സിക്കാനുള്ള പൈസ ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചല്ലേ? എടാ, എനിക്കിനി അധികം നാളൊന്നും ജീവനില്ലടാ. വെറുതെ എനിക്ക് വേണ്ടി നിങ്ങൾ പൈസ ചിലവാക്കല്ലേ. പൈസ കണ്ടെത്താൻ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുവാണെന്ന് എനിക്കറിയാം. മുത്തശ്ശി ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? ഞങ്ങൾ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോളാം. ഡോക്ടർമാർ മുത്തശ്ശി പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന് പറയാതെ മുത്തശ്ശിയെ ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യില്ല. പണത്തിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞ് വരുണിൻ്റെ അധികം അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി സങ്കടത്തോടെ പത്മിനിയോട് പറയുന്നുണ്ട്, പാവം എൻ്റെ കുട്ടികൾ, ഈ അവസ്ഥയിൽ ഞാൻ അവർക്കൊരു ഭാരമായി, അവർക്കും ബുദ്ധിമുട്ടായില്ലേ എന്നും പറഞ്ഞ് സങ്കടപ്പെടുവാണ് കേട്ടോ. ഇതേസമയം രാധികയാണെങ്കിൽ പലരോടും പൈസക്കൊക്കെ വേണ്ടി അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് വരുണിനോട് പറയണേ, തൽക്കാലം എനിക്ക് പരിചയമുള്ള 2-3 ചേച്ചിമാരോട് ചോദിക്കാം. വരുണിൻ്റെ കൂടെ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി ചോദിച്ചോളാം. ഈ സമയത്തായിരിക്കോട്ടോ ആറ്റുവാശ്ശേരിയിൽ നിന്നും യശോദാമ്മ വിളിക്കുന്നത്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുക. ഈ സമയം രാധിക ഹോസ്പിറ്റലിലെ കാര്യവും ഡോക്ടർമാർ പറഞ്ഞ കാര്യമൊക്കെ പറയുക. എന്നിട്ട് അവിടെ ചിട്ടി പിടിക്കുന്ന ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ വല്ലതും കിട്ടുമോ എന്ന് ചോദിക്കണ കാര്യം യശോദയോട് സൂചിപ്പിക്കുന്നുണ്ട്. അന്നേരം യശോദ പറയണേ, അവരുടെ മോൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് പൈസ അയച്ചു കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് അവളുടെ കയ്യിലുള്ള പൈസ എല്ലാം കൊടുത്തിരിക്കുകയാണ്. അത് കാരണം അവളുടെ കയ്യിലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല.
പൈസയുടെ കാര്യം ഓർത്താണെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വാ. അല്ലമ്മേ അങ്ങോട്ട് വന്നിട്ട് അതൊക്കെയുണ്ട്, പൈസയൊക്കെ ഞാൻ റെഡിയാക്കി തരാമെന്നേ, രണ്ടുപേരും ഇങ്ങോട്ട് വേഗം വാ. അങ്ങനെ രാധിക വരുണിനോട് അമ്മ പറഞ്ഞ കാര്യം പറയണേ, ഉടനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പൈസ അമ്മ റെഡിയാക്കിക്കൊള്ളാന്ന്. എടോ അതെങ്ങനെ? എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായല്ലേ? എന്ത് ബുദ്ധിമുട്ട്? വരുൺ വന്ന് വണ്ടി കയറിക്കേ. അങ്ങനെ വരുണിൻ്റെ അധികം കൂടി ആറ്റുവാശ്ശേരിയിലെത്തുവാണ് കേട്ടോ. ഈ സമയം യശോദയാണെങ്കിൽ അവരുടെ മുമ്പിലേക്ക് ചെല്ലുക. ആ മോളെ, ഇവിടെ അടുത്തൊരു സ്വർണ്ണപ്പണക്കാരനുണ്ട്, അയാളുടെ അടുത്ത് കൊണ്ടുപോയി ഇത് പണയം വെച്ചിട്ട് കിട്ടുന്ന പൈസ എത്രയാണോ അതങ്ങ് വാങ്ങ് എന്നും പറഞ്ഞ് യശോദ തൻ്റെ താലിമാല രാധികയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് കേട്ടോ. അതുകൊണ്ട് രാധിക ഞെട്ടുക. അമ്മേ, ഇത് അമ്മയുടെ താലിമാലയല്ലേ? അതെ. ഈ സമയം രാധിക കഴുത്തി നോക്കുമ്പോൾ ഒരു മഞ്ഞ ചരടിലെ താലി കോർത്തിട്ടിരിക്കുവാണ് കേട്ടോ യശോദ. അതുകൊണ്ട് വരുണും ഞെട്ടിപ്പോകുക. എൻ്റെ കഴുത്തിലെ ദേവേട്ടൻ ആദ്യം ഈ മഞ്ഞ ചരടിലാണ് താലി കിട്ടിയത്, ഇതിപ്പോൾ അങ്ങനെ തന്നെ ഇരുന്നാലും എന്താ? താലിയുടെ മഹത്വം നമ്മളല്ലേ കാത്തു സൂക്ഷിക്കേണ്ടത്. അന്നേരം വരുൺ ഇത് സമ്മതിക്കുന്നില്ല. വേണ്ടമ്മേ രാധികെ, തന്നെ നമുക്ക് തന്നെ തിരിച്ചു കൊടുക്ക്. ഞങ്ങൾ പൈസ മറ്റെന്തെങ്കിലും രീതിയിൽ കണ്ടെത്തിക്കോളാം, ആരോടെങ്കിലും കടം വാങ്ങിച്ചോളാം, അമ്മ ഇത് ചെയ്യരുത്. ഈ സമയം വരുണിനോട് യശോദ ചോദിക്കണേ, അതെന്താ വരുൺ, അങ്ങനെ കടം ചോദിക്കുന്ന ഒരാൾ പോലുമായിട്ട് എന്നെ കാണാൻ പറ്റില്ലേ? വരുൺ, ദേവേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് നിന്നെ മരുമകനായിട്ട് കാണാനല്ല, സ്വന്തം മകനായിട്ട് കാണാനാ. അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഒരു അമ്മയുടെ അധികാരത്തോടും അവകാശത്തോടും കൂടി തന്നെയാണ് ഞാനിത് നിനക്ക് സന്തോഷത്തോടെ തരുന്നത്. നീ അത് നിരസിക്കുമ്പോഴാണ് എനിക്ക് സങ്കടമാവുന്നത്. യശോദയുടെ വാക്കുകളൊക്കെ കേൾക്കുന്നതും എന്ത് പറയണമെന്നറിയാതെ സങ്കടത്തോടെ വരുണാണെങ്കിൽ യശോദനെ ചേർത്ത് പിടിക്കുവാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് അടുത്ത ദിവസത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ആശ്രമം ഉണ്ടോ. അവിടെ ശ്യാമ മീനാക്ഷി മോൾക്ക് ഭക്ഷണമൊക്കെ വാരി വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ ശ്യാമ ഭക്ഷണം വാരി തരുന്നതിൻ്റെ സന്തോഷത്തിലിരിക്കുവാണ്ടോ മീനാക്ഷി. ഈ സമയം മീനാക്ഷി പറയുന്നുണ്ട്, പണ്ട് ഞാൻ ചെറുതായിരിക്കുമ്പോൾ അമ്മ ഇതുപോലെ എനിക്ക് വാരി തന്നിട്ടുണ്ട്, പിന്നീട് ഇപ്പോഴാണ് ഒരമ്മ എനിക്കിങ്ങനെ വാരി തരുന്നത്. അന്നേരം ശ്യാമ സംശയത്തോട് ചോദിക്കണേ, അതെന്താ അപ്പോഴും ഈ അമ്മ തന്നെയല്ലേ വാരി തന്നിട്ടുള്ളത്? അല്ലല്ലോ, അത് വേറെ അമ്മയാ എന്ന് മീനാക്ഷി പറയുവാണ് കേട്ടോ. മീനാക്ഷിയുടെ മറുപടി കേൾക്കുന്നതും ശ്യാമ വല്ലാതെ അസ്വസ്ഥയാകുവാണ്. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിൽ മുത്തശ്ശീനെയും കൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് തിരിച്ചെത്തി ഇൻ്റർവ്യൂവിനെ കുറിച്ചും മറ്റു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വരുണിൻ്റെ അധികയൊക്കെയാണ് കേട്ടോ. ഈ സമയം കമ്പനിയിൽ നിന്ന് HR മറ്റോ വരുണിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അന്നേരം വരുൺ കോളേജിൻ്റെയും രാധിക മരികിലുണ്ടാകും. ഈ സമയം ആ പെൺകുട്ടി പറയണേ, അതെ, നാളെ കമ്പനിയിലെ മാനേജർ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ നടക്കുവാണ്, ആപ്ലിക്കൻസിനെല്ലാം മെയിൽ അയച്ചിട്ടുണ്ട്. അങ്ങനെ എന്തോ ചില കാര്യങ്ങൾ ആ പെൺകുട്ടി അറിയിക്കുന്നുണ്ട് വരുണിനെ. ഈ സമയം അതറിയുന്നതും വരുൺ സന്തോഷത്തോടെ രാധികയെ പിടിച്ച് മട്ടം കറക്കുന്നൊരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. വരുണിനെയും രാധികയും കാത്തിരിക്കുന്ന പുതിയ പ്രതിസന്ധി എന്തായിരിക്കാം? വരുണിനെ തേടിയെത്തിയ ഈ അവസരം ഒരു പുതിയ ചതിക്കുഴിയിലേക്കുള്ള സാറയുടെ തന്ത്രവും മറ്റോ ആണോ? അപ്പോൾ എന്താണെങ്കിലും നമുക്കതൊക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്